ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ 8:30-യോടെ. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഇന്ന് വോട്ടെണ്ണൽ. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യവും മഹാവികാസ് അഘാഡി സഖ്യവും പ്രതീക്ഷയിൽ. ഝാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് സർവേകൾ. കൃത്യവും ആധികാരികവുമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളുമായി ആകാശവാണി വാർത്താ വിഭാഗം. ആദ്യ പ്രത്യേക ബുള്ളറ്റിൻ രാവിലെ 9:30-ന്. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി ലോകരാജ്യങ്ങൾ വികസന പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നാലെ മുൻപം സമരസമിതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് പെർത്തിൽ ആവേശകരമായ തുടക്കം. ആദ്യ ദിനം വീണത് 17 വിക്കറ്റുകൾ. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കും 48 നിയമസഭാ സീറ്റുകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പാലക്കാട്ടെ ത്രികോണ പോരാട്ടത്തിൽ ജയം ആർക്കെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയം കൊണ്ടുവരുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ സി കൃഷ്ണകുമാറിന്റെ പരിചയ സമ്പത്തിലാണ് BJP പ്രതീക്ഷയർപ്പിക്കുന്നത്. ഡോക്ടർ സരിനെ ഇറക്കിയുള്ള പരീക്ഷണം വിജയം കാണുമെന്ന് LDF ഉറപ്പിക്കുന്നു. ചേലക്കരയിൽ രമ്യ ഹരിദാസിലൂടെ UR പ്രദീപിന്റെ ജനകീയതയ്ക്ക് മറുപടി നൽകി LDF കോട്ട തകർക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ബാലകൃഷ്ണനിലൂടെ അട്ടിമറി ജയമാണ് BJP ലക്ഷ്യമിടുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയത്തിൽ കുറഞ്ഞൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം CPI സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൃത്യവും ആധികാരികവുമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ആകാശവാണി വാർത്താ വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. ആദ്യ പ്രത്യേക ബുള്ളറ്റിൻ രാവിലെ 9:30-ന് കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്കും നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കും ഈ മാസം 20-നാണ് വോട്ടെടുപ്പ് നടന്നത്. ഝാർഖണ്ഡിൽ 81 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം 13, 20 തീയതികളിലായി പൂർത്തിയായി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ മുംബൈയിൽ BJP നേതാക്കൾ യോഗം ചേർന്ന് മഹായുതി സഖ്യത്തിന്റെ സാധ്യതകൾ അവലോകനം ചെയ്തു. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും ഇന്നറിയാം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ 9, രാജസ്ഥാനിലെ 7, പശ്ചിമബംഗാളിലെ 6, അസമിലെ 5, ബീഹാറിലെയും പഞ്ചാബിലെയും 4 വീതം, കർണാടകയിലെ 3, കേരളം, മധ്യപ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ 2, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മേഘാലയ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലെയും ഫലങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 8:30-യോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. അല്പസമയത്തിനുള്ളിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനുള്ള ടേബിളുകളിലേക്ക് മാറ്റും. 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. 8:30-ഓടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവർ അല്പസമയത്തിനകം തന്നെ ജില്ലയിൽ എത്തിച്ചേരും. അതേസമയം പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തിച്ചേരാൻ സാധ്യതയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രം. ഗവൺമെന്റ് വിക്ടോറിയ കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും തപാൽ ബാലറ്റുകൾ എണ്ണുന്നതിനായി 5 ടേബിളുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പാലക്കാട് നഗരസഭയിലും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലുമായി 184 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത്. UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിൻ, NDA സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിച്ചത്. ഇവരിൽ ആര് പാലക്കാടിനെ പ്രതിനിധീകരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ രാഷ്ട്രീയ കേരളം.
നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വിലയിരുത്തിയിരുന്നു. വോട്ടെണ്ണലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളും ETPBMSന് 1 ടേബിളും EVM വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളും ഉൾപ്പെടെ ആകെ 19 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 14 ടേബിളും എണ്ണിക്കഴിഞ്ഞാൽ ഓരോ റൌണ്ടിലെയും ഫലം ജനറൽ ഒബ്സർവറുടെ അനുമതിയോടെ പ്രഖ്യാപിക്കും. 20 മിനിറ്റിൽ ഓരോ റൌണ്ടിലെയും വോട്ടുനില പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. 8:30യോടെ ആദ്യ ഫലങ്ങൾ അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 116ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകരാഷ്ട്രങ്ങൾ വികസനത്തിനായി ഇന്ത്യയുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിലെ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ എല്ലാ മേഖലകൾക്കും പുതിയ നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും 21ാം നൂറ്റാണ്ടിൽ അതിവേഗ വളർച്ച കൈവരിക്കാൻ സ്വയം തയ്യാറെടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ കലിംഗ യുദ്ധവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ലോകത്തിന് സമാധാനത്തിന്റെ പാത കാണിച്ചു കൊടുക്കുന്നതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ത്രിദിന ഒഡീഷ പർബ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. പുരോഗതിക്ക് സമാധാനമാണ് പ്രധാനമെന്ന് ഈ യുദ്ധം ജനങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ഒഡീഷയുടെ കല, സാഹിത്യം, നൃത്തം, സംഗീതം, പാചകരീതി എന്നിവയുടെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ ഒഡീഷ പർബ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈ മാസം 25-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. കുറ്റകൃത്യങ്ങൾക്കെതിരെ സന്ധിയില്ലാ നയമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി പോലീസുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രി ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില അവലോകനം ചെയ്തു. ജനങ്ങളെ പൂർണ്ണമായും സുരക്ഷിതരാക്കുക എന്നത് ഓരോ പോലീസുകാരന്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണെന്നും കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്ന പൌരന്മാർ എന്നിവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്ന CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി P രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമിയിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വിഷയത്തിൽ സമരസമിതി ഭാരവാഹികളുമായി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തും. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ആവേശകരമായ തുടക്കം. ആദ്യ ദിനം 1ാം ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ 67 റൺസ് എടുക്കുന്നതിനിടെ ഓസീസിന്റെ 7 വിക്കറ്റുകൾ പിഴുത് തിരിച്ചടി നൽകി. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയാണ് തിരിച്ചടിക്ക് നേതൃത്വം നൽകിയത്. 3 വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യൻ സ്കോറിനൊപ്പമെത്താൻ ഓസീസിന് ഇനിയും 83 റൺസ് കൂടി വേണം. ഇന്ത്യൻ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി സഖ്യം ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ ഡബിൾസ് സെമിയിൽ പ്രവേശിച്ചു. ദക്ഷിണ കൊറിയൻ സഖ്യത്തെയാണ് ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ അവർ നേരിടുന്നത്. ഇന്നലെ ഡാനിഷ് ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. ഗോവയിൽ നടക്കുന്ന 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് സിനിമാ ആസ്വാദകരിൽ നിന്നും ചലച്ചിത്ര വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പ്രതികരണം. ആഗോള സിനിമാ വ്യവസായ രംഗത്തെ നിർമ്മാതാക്കൾ, വിതരണക്കാർ തുടങ്ങിയവരെ ഇന്ത്യൻ സിനിമയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായി മാറുകയാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ 8:30യോടെ. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഇന്ന് വോട്ടെണ്ണൽ. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യവും മഹാവികാസ് അഘാഡി സഖ്യവും പ്രതീക്ഷയിൽ. ഝാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് സർവേകൾ.
കൃത്യവും ആധികാരികവുമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളുമായി ആകാശവാണി വാർത്താ വിഭാഗം. ആദ്യ പ്രത്യേക ബുള്ളറ്റിൻ രാവിലെ 9:30. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യയുമായി ലോകരാജ്യങ്ങൾ വികസന പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് പിന്നാലെ മുനമ്പം സമരസമിതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് പെർത്തിൽ ആവേശകരമായ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ഇനി 9:30 പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ.